പൂങ്ങോട്ടുകുളത്ത് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങി. അശാസ്ത്രീയമായ രീതിയിൽ ഇത്ര പെട്ടെന്ന് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ചത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി? റോഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പൂങ്ങോട്ടുകുളത്തെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാത്തത് ആരെ ഭയപ്പെട്ടാണ്? തിരൂർ പൂങ്ങോട്ടുകുളത്ത് ഇന്നു മുതൽ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങി. എന്നാൽ തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയ സിഗ്നൽ ലൈറ്റുകളിൽ നട്ടം തിരിയുകയാണ് വാഹനങ്ങൾ. സിഗ്നൽ ലൈറ്റുകളിൽ നിർത്തേണ്ടുന്ന ഇടം റോഡിൽ മാർക്ക് ചെയ്യാതെയും സിഗ്നൽ മുന്നറിയിപ്പ് നൽകാതെയുമുള്ള നടപടിയിൽ ഡ്രൈവർമാർ തികച്ചും പെട്ടുപോകുന്ന അവസ്ഥ. നിലവിൽ ഉണ്ടായിരുന്ന വൺ വേ സമ്പ്രദായം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും വ്യക്തമാക്കുന്നില്ല. ഏറ്റവും വലിയ ഗുരുതര വിഷയം, എല്ലാ സിഗ്നൽ പ്രദേശങ്ങളിലും ഉള്ള വാഹനങ്ങൾ ഇടതുവശം വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കാതെ പഴയ കെട്ടിടങ്ങൾ ഒന്നും പൊളിച്ചു നീക്കാതെ യാത്രക്കാരെ പൂർണ്ണമായും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആർക്കോ വേണ്ടിയെടുക്കുന്ന ഈ സിഗ്നൽ പരിഷ്കരണം ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന് മനസ്സിലാകുന്നില്ല. പലപ്പോഴും ഇത് കാരണം രൂക്ഷമായ ഗതാഗത തടസ്സമാണ് നേരിടുന്നത്. ശാസ്ത്രീയമായ രീതിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഉപകാരപ്പെടുന്ന സംവിധാനമാണ് സിഗ്നൽ ലൈറ്റുകൾ. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ പരിഷ്കരണത്തിനെതിരെ മോട്ടോർ മേഖലയിലുള്ള രോക്ഷം ഉണ്ടാക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ ആവില്ല. ന്യൂസ് 99 തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.